രാവിലെ തന്നെ റെഡിയായത് ഒരിടം വരെ പോകാനാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് UK വന്നിട്ട് ഒരാഴ്ചയായി. സോ ഒരു മീറ്റപ്പ്. കുറേ ഡിസ്കഷൻസിന് ശേഷം പാലക്കാട് കോട്ടയാണ് ഫിക്സ് ആയത്. മഴയാണ് പ്ലാനിങ്ങിൽ എപ്പോഴും വില്ലനായത്. പറഞ്ഞ സമയത്തിന് അരമണിക്കൂർ മുന്നേ ജലു എത്തി. പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനും പിന്നെ ആശ എത്തി. സുഹു നേരെ കോട്ടയിലാണ് എത്തിയത്. ഞങ്ങൾ ഓട്ടോ എടുത്ത് കോട്ടയിൽ പോയി. അവിടുന്ന് നേരെ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത സോഷ്യൽ കിച്ചണിലേക്കാണ് പോയത്. ജലുവിന് അവിടെ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് സോഷ്യൽ കിച്ചൺ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണെന്ന്. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് കോഫിയില്ല. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പിഷാരഡീസിലായിരുന്നു. അവിടുന്ന് ഓരോ കോഫിയും ഇലയടയും ഉഴുന്നുവടയും കഴിച്ചു. സുഹുവിന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉച്ച സമയത്തും ഞങ്ങൾ കോഫി കുടിക്കാനായിട്ട് കയറിയത്. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. അവിടുന്ന് കുറച്ച് സാധനങ്ങളും വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നേരത്തെ പറഞ്ഞ പോലെ സുഹുവിന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്നാലും എല്ലാ തിരക്കുകളും ഒരു വശത്തേക്ക് മാറ്റിവെച്ച് എല്ലാവരും കൂടെയല്ലേ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതിയാണ് അവൾ വന്നത്. കൂടെ ഉമ്മയുണ്ടായിരുന്നു. കഴിച്ച ശേഷം അവളും ഉമ്മയും തിരിച്ചു. ഞങ്ങൾ നേരെ പോയത് സുഡിയോയിലായിരുന്നു. അവിടുന്ന് കുറച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്തു, ട്രയൽ ചെയ്തു, 1-2 ഡ്രസ്സും വാങ്ങി. പിന്നെ നേരെ നടന്നു ഫുഡ് കഴിക്കാൻ. മിഷൻ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടും ഞങ്ങൾക്ക് മനസ്സിന് പറ്റിയ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയില്ല. പിന്നെ ഓട്ടോ പിടിച്ച് നേരെ പോയത് D9-ലായിരുന്നു. എല്ലാവർക്കും നോൺ വെജ് കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സോഷ്യൽ കിച്ചണിൽ പോയില്ല. അങ്ങനെ D9-ലെത്തി 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. സമയം ഏകദേശം 2:30 കഴിഞ്ഞു കാണും. പിന്നെ മടുത്തു, ഒന്നും നോക്കിയില്ല, അവിടെ നിന്നിറങ്ങി. വീണ്ടും ഓട്ടോ എടുത്ത് വന്ന വഴി തിരിച്ചു. ആശയ്ക്ക് മീൽസ് കഴിക്കണമെന്നായിരുന്നു. ജലുവിനാകട്ടെ ബിരിയാണി കഴിക്കണമെന്നു. പണ്ടൊക്കെ ലഞ്ചിനായി പുറത്തു പോകുമ്പോൾ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കാനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിക്കാൻ തോന്നുന്നത് ഊണാണ്. അതുകൊണ്ട് ആശയുടെ കൂടെ ഞാനും കൂടി. അങ്ങനെ ഞങ്ങളൊരു ഫിഷ് ഫ്രൈയും പറഞ്ഞു. ഫുഡ് നമ്മൾ പ്രതീക്ഷിച്ചത്ര പോരായിരുന്നു. പിന്നെ വൃത്തിയും കുറവായിരുന്നു. ഇത്രയും ഓട്ടോ ചാർജും കളഞ്ഞ് ഇങ്ങനൊരു ഹോട്ടലിൽ വന്നല്ലോ എന്നോർത്ത് എല്ലാവർക്കും സങ്കടമായി. പിന്നെ നേരെ പോയത് KSRTC സ്റ്റാൻഡിലേക്കായിരുന്നു. അവിടുന്ന് സാൻജോയിലേക്ക് പോയി. ആശയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അവിടുന്ന് ഞാനൊരു കൊന്തയും വാങ്ങി. ഇറങ്ങാൻ നേരത്ത് പണ്ട് 5ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന, എനിക്ക് മാത്സിനോട് ഇത്രയും ഇഷ്ടമാകാൻ കാരണമായ മേഴ്സി ടീച്ചറെ കണ്ടു. നേരെ പോയി സംസാരിച്ചു. ആദ്യം എന്നെ മനസ്സിലായില്ലെങ്കിലും പിന്നെ ഓർത്തെടുത്തു. എൻ്റെ ഫ്രണ്ട്സിനോട് ടീച്ചർ എന്നെക്കുറിച്ച് പറഞ്ഞത് ടീച്ചറുടെ ആ സമയത്തെ പെറ്റായിരുന്നു ഞാനെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായി ടീച്ചർക്ക് എന്നെ മറന്നിട്ടില്ല എന്ന്. ഓർമ്മയ്ക്കായി ഒരു ഫോട്ടോ എടുത്തു. അവിടുന്ന് പിന്നെ നേരെ പോയത് DC ബുക്ക് സ്റ്റാളിലേക്കായിരുന്നു. കുറച്ച് ബുക്സൊക്കെ നോക്കി 1-2 ബുക്സ് വാങ്ങി. പിന്നെ നേരെ മാക്സിലേക്ക് പോയി. കുറച്ച് നേരം അവിടെ കറങ്ങി. ആശയ്ക്ക് 1-2 ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. 5 മണിയായപ്പം ജലു പതുക്കെ ഇറങ്ങി. 10-15 മിനിറ്റ് കഴിഞ്ഞ് ബില്ല് പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് പോകാൻ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്നൊരു സ്വീറ്റ് കോണും വാങ്ങി. ഒട്ടും കൊള്ളില്ലായിരുന്നു. അങ്ങനെ ഓട്ടോ എടുത്ത് സ്റ്റേഡിയത്തേക്ക് പോയി. പിന്നെ ബസ് കയറി വീട്ടിലേക്ക്. പ്ലാനുകളെല്ലാം അട്ടർ ഫ്ലോപ്പായെങ്കിലും നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്നത്തേതും.